നമസ്കാരം. ഇന്ന് മതമെന്ന് കേൾക്കുമ്പോൾ പലർക്കും വെറുപ്പാണ്. ഈ മതമില്ലായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നാണ് പലരും വിചാരിക്കുന്നത്. പലരും പറയുകയാണ്, മൃഗങ്ങൾക്കും മതമുണ്ടോ, അവർ ജീവിക്കുന്നില്ലേ, സുഖമായിട്ട് ജീവിക്കുന്നില്ലേ എന്നൊക്കെ പലരും സംശയിക്കാറുണ്ട്, പറയാറുണ്ട്, അഭിപ്രായപ്പെടാറുണ്ട്. എന്നാൽ മൃഗങ്ങളുടെ ജീവിതത്തെപ്പറ്റി നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, സൂക്ഷ്മമായിട്ട് എടുത്തു നോക്കിയാൽ എപ്പോഴും കടിപിടിയാണ്, എല്ലായിടത്തും കടിപിടിയാണ്. ഈ മതമുണ്ടെങ്കിൽ ചില വൈരാഗ്യങ്ങളുണ്ടാവും, എന്നാൽ അതിനേക്കാളിലൊക്കെ എത്രയോ ഭയങ്കരമായിട്ടുണ്ടാവും ഈ മതമില്ലെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ മൃഗങ്ങളെ നോക്കുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ അനുകരിച്ച് ജീവിക്കാനുള്ള ഒരു ജീവിയല്ല മനുഷ്യന് പല സെൻസുകളുണ്ട്. ആ സെൻസുകൾ അനുസരിച്ച് ബുദ്ധിപരമായിട്ട് ജീവിക്കണം. ഇത് എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത്? നമുക്ക് ഇഷ്ടം പോലെ ജീവിച്ചാൽ പോലെ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ അതിന് കാരണം നമ്മുടെ ജന്മം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്ക് അനേക ജന്മങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് യുക്തിപൂർവ്വം മനസ്സിലാക്കാം. നമ്മുടെ ഈ കഷ്ടതകളും ദുരിതങ്ങളും ചിലർക്ക് ചില സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം അത് അനേക ജന്മങ്ങളുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ ജന്മത്തെ കർമ്മങ്ങളനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലാരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ മതം വേണ്ടെന്ന് പറഞ്ഞാൽ ഇതാരെങ്കിലും പഠിപ്പിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. മതം വേണ്ടെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പഠിപ്പിക്കുമോ? അടുത്തൊരു കാര്യം പഠിപ്പിക്കുന്ന, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു, അല്ലെ കേരളത്തിൽ ജനിച്ചു, മരണശേഷം എന്താണ്? മരണശേഷം നമ്മൾ ഈ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും പടത്തിലൂടെ കണ്ടിട്ടുള്ളതുമായ ദേശങ്ങളൊക്കെ ഒരുപാടുണ്ട്. യൂറോപ്പ്, ആഫ്രിക്ക, കംബോഡിയ, അങ്ങനെ ഒത്തിരി രാജ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒത്തിരി രാജ്യങ്ങളിലെ ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കും അവരൊക്കെ അവിടെ ഉണ്ട്, അങ്ങനെയാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയാണെന്നല്ല, നമ്മളും അതുപോലൊക്കെ ജനിക്കാൻ പോകുന്നവരാണ്. ചിലപ്പോൾ യൂറോപ്പിലായിരിക്കും ജനിക്കുന്നത്, ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും ജനിക്കുന്നത്, ആഫ്രിക്കയിലായിരിക്കും. എല്ലാം അവനവൻ്റെ കർമ്മങ്ങളനുസരിച്ച്, ആത്മീയ അറിവുകളനുസരിച്ച് മാത്രമാണ് ജനിക്കുന്നത്. ആത്മീയ അറിവുകളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലത് പഠിക്കാൻ വേണ്ടിയാണ്, നല്ലത് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുള്ള തടസ്സമാണ് ഈ മതം വേണ്ട എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ മൃഗങ്ങളെപ്പോലെ തന്നെ ജീവിച്ചാൽ നമ്മൾ എങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു മരിച്ചു. പിന്നെ അതിന് തക്കതായ അവസ്ഥയിൽ മാത്രമേ നമുക്ക് ജനിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പം തന്നെ ചിലർ പറയാറുണ്ട്, എൻ്റെ അച്ഛന് ഒരു ഇതില്ല, അമ്മ ഒരു ഇതില്ല, ഞാൻ നല്ല പണക്കാരുടെ. ഇന്നിപ്പോൾ തന്നെ പലരുടെയും ഒരു അഭിപ്രായമാണ്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ആയിപ്പോയി, ഞങ്ങളുടെ കുടുംബക്കാർ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അല്ലാതെ ഞാൻ നല്ലതായിട്ട് ജനിച്ചു പോയത്. എൻ്റെ അച്ഛൻ ഇവിടുന്ന് മാറി ഒരു 2 വീടിനപ്പുറത്ത് ജനിച്ചിരുന്നെങ്കിൽ, ആ നാരായണേട്ടൻ്റെ മകനായിട്ടൊക്കെ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആരാ ഞാൻ വലിയ പവറിലായി പോയേനെ എന്നൊക്കെ ചിലർക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഈ വളരെ പരിതാപകരമായ അവസ്ഥയിലുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ വിചാരിക്കുന്നു, ഞാൻ ഇവിടെ അല്ലാതെ ആ നാരായണേട്ടൻ്റെ വീട്ടിലെ പോലുള്ളവർ അവരുടെ വീട്ടിലെങ്ങാനും ജനിച്ചിരുന്നത് ഞാൻ ഇന്ന് ചിലപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയേനെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയാണ് നമ്മൾ. ഞാൻ ഇവിടെ അല്ല വേറെ എവിടെയെങ്കിലും ജനിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു അമേരിക്കയിൽ ഒരു സായിപ്പിൻ്റെ നല്ല മകനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് വിചാരിക്കാൻ കഴിയില്ല, ഞാനിന്ന് ആരായിരുന്നു. സ്വർഗത്തിലല്ലയോ ജനിക്കുന്നത്, സുഖത്തിൻ്റെ പർദീസയിലാണ് ജനിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അവിടെയൊക്കെയും ജനിക്കും. നമുക്ക് നല്ല എനർജി, കഴിവ്, അല്ലെങ്കിൽ ബുദ്ധി, നമുക്ക് നല്ല ക്ഷമ ഒക്കെ ഉണ്ടെങ്കിൽ അതാത് ദേശത്ത് ജനിക്കും, അതാത് ആൾക്കാരുടെ മകനായിട്ട് ജനിക്കും. ഇപ്പം ഒരു പേരെന്നുള്ളേ ഉള്ളൂ, എനിക്ക് അറിയാവുന്ന ഒരാളുടെ കാര്യമൊന്നുമല്ല പറയുന്നത്. ഒരു നാരായണേട്ടൻ്റെ മകനായിട്ട് ജനിക്കണമെങ്കിൽ ആ നാരായണേട്ടൻ എങ്ങനെയുള്ള ആളാണോ അതുപോലെയുള്ള അറിവും കഴിവും ഉള്ള ആൾക്ക് മാത്രമേ നാരായണേട്ടൻ്റെ മകനായിട്ട് ജനിക്കാൻ പറ്റൂ. നമ്മുടെ കഴിവും അറിവും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ആ മെൻറ്റാലിറ്റിയൊക്കെ
ഇപ്പം നമ്മുടെ അച്ഛനെ പോലെ ഉള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ജനിച്ചത്. നമ്മുടെ പിന്നെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പാരമ്പര്യമായിട്ടുണ്ടാകുന്നതല്ല. നമ്മളും അതുപോലെ കഴിഞ്ഞ ജന്മം ജീവിച്ചിരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പാരമ്പര്യത്തിൽ ജനിച്ചത്. അല്ല, പാരമ്പര്യത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം കൊണ്ടാണ് ഈ പാരമ്പര്യത്തിൽ ജനിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള അറിവ് തരുന്നത് ആരാണ്? മതമാണ്. നമുക്ക് തോന്നും, മൃഗങ്ങളെപ്പോലെ എങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി, ആര് ചോദിക്കാനാ, എന്തിനു ചോദിക്കാനാ, ഇത്രയ്ക്ക് കാലമല്ലേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, മരണശേഷം ഒന്നുമില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ അറിവ് ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ മൃഗതുല്യരായിട്ട് ജനിക്കും. അങ്ങനെയുള്ളവർ ഈ വേറെ വേറെ ഗ്രഹത്തിലൊക്കെ കാണും. നമ്മൾ അവിടെയൊക്കെ പോയി ജനിക്കും. മനുഷ്യൻ്റെ രൂപമേ കാണുള്ളൂ, പക്ഷേ ബുദ്ധിയൊന്നും കാണത്തില്ല. എല്ലാം മൃഗങ്ങളെപ്പോലെ തന്നെ എപ്പോഴും നടക്കും, എല്ലാം കടിച്ചു കീറി തിന്നും. മതം വേണ്ടാന്ന് പറഞ്ഞാൽ, മതം ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ അത് നോക്കുക, എപ്പോഴും കടിപിടിയാണ്. നായ്ക്കളെ തന്നെ നോക്കുക, ഒരു നായ്ക്ക് ഒരു നായയെ കണ്ടുകൂടാ. ഒരു സിംഹത്തിനും മറ്റൊരു സിംഹത്തെ കണ്ടുകൂടാ. അതിൻ്റെ പരിധി വിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് കടിച്ചു കീറും. അങ്ങനെയാണ് മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ മതിയോ? നമുക്കിന്ന് ഇവിടം വിട്ട് അമേരിക്കയിലോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ കിഴക്കൻ രാജ്യങ്ങളിലോ ഒക്കെ നമുക്ക് പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകം പുരോഗമിച്ചത് എന്തുകൊണ്ടാണ്? നമ്മളിൽ മതമുള്ളത് കൊണ്ടാണ്. നിയന്ത്രണങ്ങളാണ് മതം കൊണ്ട് രക്ഷിക്കുന്നത്. ആത്മീയ രക്ഷയാണ്. നമ്മൾ നിയന്ത്രണമില്ലാതെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചാൽ നമ്മുടെ ആത്മാവ് ശുഷ്കമായി പോകും. വെറും പിന്നെ ഒരു പഴന്തുണിയെ പോലായി പോകും. അപ്പോൾ പിന്നെ ജനിക്കുന്നതൊക്കെ ഈ മറ്റ് ജീവികളൊക്കെ ജനിക്കുന്നത് പോലെ തന്നെ മനുഷ്യനും ജനിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മോശമായി പോകാതിരിക്കാനാണ് ആ മതങ്ങൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. അതിൽ നിയന്ത്രണം എന്ന് പറയുമ്പം മതങ്ങളിൽ ഏറ്റവും വലിയ നിയന്ത്രണം ഹിന്ദുമതം തന്നെയാണ്. അതൊരു സംസ്കാരമാണെന്ന് പറഞ്ഞാൽ പോലും അതിൽ നിയന്ത്രണങ്ങളാണ്, സ്വമേധയാ ഉണ്ടാകുന്ന നിയന്ത്രണമാണ്. ആരും കൊണ്ടുവരുന്നതല്ല, പുതുതായിട്ട് എടുത്തു വയ്ക്കുന്നതല്ല. അത് അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു നിയന്ത്രണമാണ്. ആ നിയന്ത്രണത്തെപ്പറ്റിയും മറ്റും വളരെ ഗഹനമായി ഗഹനമായി ഈ നിഗൂഢമായി ഋഷീശ്വരന്മാർ നമുക്ക് വേദോപനിഷത്തുകളിലൂടെ അറിവ് തരുന്നുണ്ട്. അത് പെട്ടെന്ന് വായിച്ചാൽ ജടിലങ്ങളായിട്ട് തോന്നും. പക്ഷേ അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സംഗതി വെച്ചാൽ പഠിച്ചതാണ്, അല്ലെങ്കിൽ വിധി വെച്ചാൽ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇതൊക്കെ അത്ഭുതമാണ്. ഈ മതത്തെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ, അതും ഹിന്ദുമതത്തെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് ജനിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മോശമായിട്ടൊക്കെ ജനിക്കേണ്ടി വരും. അങ്ങനെയുള്ളവർ മറ്റ് ഗ്രഹങ്ങളിലുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചുറ്റും അയൽ രാജ്യങ്ങൾ, എന്തിനേറെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ളവരെ കാണാൻ പറ്റും. ബുദ്ധിയൊന്നും ഇല്ലാതെ ഇങ്ങനെ മൃഗങ്ങളെപ്പോലൊക്കെ ജീവിക്കുകയാണ്. ഞാൻ കുറ്റം പറഞ്ഞതല്ല, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ അവരെല്ലാം അങ്ങനെ ആയിപ്പോയി എന്നുള്ള കളിയാക്കലല്ല. ഞാനും ചിലപ്പോൾ അങ്ങനെ ജനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടിയ ഒരാളാണ്. ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മമൊന്നുമല്ല, ഈ ജന്മം തന്നെ ഞാൻ അങ്ങനെയുള്ള ആളായിരുന്നു. ഒരു ബുദ്ധിയുമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്ന് ചെറുപ്പത്തിലെ മരിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ, അപകടങ്ങളുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ചിന്തിച്ചത്, എനിക്ക് മാത്രം എന്താടാ ഈ മരണം പിന്തുടരുന്നത്? മറ്റുള്ളവർക്കൊന്നും അങ്ങനെ കുഴപ്പമില്ല, അവരെല്ലാം നല്ല ചിരിച്ച് നല്ല ഉല്ലാസമായിട്ട് നടക്കും, എനിക്കെന്താ പറ്റിയത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പതുക്കെ മതഗ്രന്ഥങ്ങൾ വായിച്ചു തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോഴാണ് വേദോപനിഷത്തുകളിൽ ടച്ച് ചെയ്തതും അതിലൂടെ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ കുറേ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇതുപോലെ നമ്മൾ വളരെയധികം കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പരമ ബോറാണ്. ഈ ബോറിനെ ബോറല്ലാതാക്കി മാറ്റുന്ന പല സംഭവങ്ങളുമുണ്ട്. നമ്മളൊരു നാടകം കണ്ടാലും സിനിമ കണ്ടാലും കഥ വായിച്ചാലും ഒക്കെ നമ്മുടെ ബോറടി മാറും.
പണ്ടൊക്കെയാണ് ടി വി ഒന്നും ഇല്ലായിരുന്ന കാലത്ത് അത്താഴകൂടും കഴിയുമ്പോൾ അമ്മൂമ്മമാരുടെ ചുറ്റും കൂടും. അമ്മൂമ്മ ഒരു കഥ പറ, ഒരു കഥ പറ എന്നൊക്കെ പറയും. അപ്പോൾ അമ്മൂമ്മ ഒരു കഥ പറയും. അങ്ങനെ ഒരു കഥ പറയുന്ന പാട്ടൊക്കെ ഉണ്ട്. യക്ഷിയമ്പലമടച്ചു അന്നു ദുർഗാഷ്ടമിയായിരുന്നു. അങ്ങനെ ഇങ്ങനെ അമ്മൂമ്മമാരുടെ ചുറ്റും കൂടിയിരുന്ന് കഥകളൊക്കെ കേട്ടും പറഞ്ഞും അതിലൊക്കെ പേടിച്ചും ഭയന്നു. ചിലതൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വളർത്തുന്നതാണ്. യക്ഷിയുണ്ടെന്നും യക്ഷി അമ്പലം അടച്ചു. അന്നേരം ഒരു പൂജാരി പോവുമായിരുന്നു. പൂജാരിയോട് പിന്നെ ചുണ്ണാമ്പി ചോദിച്ചപ്പോൾ മോഹിതനായ പൂജാരിയുടെ തലിമുടിയും നഖവും മാത്രം ആ പനച്ചുവട്ടിൽ കണ്ടു എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം വളർന്നു വന്നതും എല്ലാം ഇങ്ങനെ ഒരു പണ്ടുകാലം ഉണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യന് ഇതെല്ലാം പറയുന്നത് നമ്മുടെ മനസ്സിനെ നിരാശയിൽ നിന്നും വേദനയിൽ നിന്നും അകറ്റാൻ വേണ്ടിയാണ്. ഒരു വേദന മാറ്റാൻ, ഒരു നിരാശ മാറ്റാൻ ചിലപ്പോൾ മറ്റൊരു വേദനയോ നിരാശയാണ് കൊടുക്കുന്നത്. ഈ പ്രേതകഥകളൊക്കെ വായിക്കുന്നവരുണ്ട്. കോട്ടയം പുഷ്പനാഥ് എഴുതിയ പ്രേതകഥകൾ, ഈ വിദേശ രാജ്യങ്ങളിൽ ജോനാഥൻ്റെ കഥകൾ, ഡ്രാക്കുള കോട്ടയൊക്കെ വായിക്കുമ്പോൾ ആളുകൾക്ക് നിരാശ മാറി വേറൊരു ഭയമാണ്. അവിടെ നിരാശ മാറി, പക്ഷെ ഇപ്പോൾ ഭയമാണ്. ചുറ്റും നോക്കുന്നിടത്തല്ല അയ്യോ അവിടെ പ്രേതമുണ്ടോ, അതിവിടെ ഡ്രാക്കുള ഉണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ പേടിക്കും. അങ്ങനെയാണ് മനുഷ്യ മനസ്സ്. ഈ മനസ്സിനെ സന്തോഷഭരിതമാക്കാനാണ് ആത്മീയ കാര്യങ്ങൾ. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ ഇവിടെ വിട്ടാൽ നമ്മൾ യൂറോപ്പിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ ഒക്കെ ജനിക്കും. അതൊരു ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷമാണ്. മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുമെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു പ്രത്യാശയാണ്. ജനിക്കണ്ട, ഇനി ജനിക്കുന്നത് ആവശ്യമില്ല, ജനനം ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിച്ച് പോകാം.